ഹലോ നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് രോഹിത് സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. രോഹിത് സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അത് വൈജയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. വൈജ ഒരുപാട് കാര്യങ്ങൾക്ക് രോഹിത് അലീനയുടെ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നിട്ട് വരുമ്പോഴേക്കും ചോദ്യം ചെയ്യുമ്പോൾ വൈജയുടെ പൂർവ്വകാലത്തെക്കുറിച്ചിട്ട് അറിയാവുന്ന രീതിയിൽ സംസാരിക്കുകയാണ് രോഹിത്. അത് മനസ്സിലാക്കുന്ന വൈജ രോഹിത്തിനെ എന്തെങ്കിലും മനസ്സിലാക്കിയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വൈജ തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചും ആഗ്രയിലെ ജീവിതത്തെക്കുറിച്ചും സ്റ്റാൻലിയുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും അതുപോലെ ബാലചന്ദ്ര മേനോനെ വിവാഹം കഴിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയാണ്. അതിനൊക്കെ ശേഷം വരാൻ പോകുന്നത് ഇനിയിപ്പോൾ സ്റ്റാൻലിയുടെ വീട്ടിലെ ചില രംഗങ്ങളാണ്. സ്റ്റാൻലിയും അലീനയും കൂടിയുള്ള വികാരഭരിതമായ കുറച്ച് രംഗങ്ങളാണ് കേട്ടോ. അലീന അനാഥാലയത്തിൽ അലീനയുടെ കൂടെ സ്റ്റാൻലി പോവുകയും അലീന പറയുന്നതെല്ലാം സ്റ്റാൻലി അതേപടി അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ആ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്റ്റാൻലി തോട്ടത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് ആൻറ്റപ്പൻ വാതുക്കെ വന്ന് തലയാട്ടി, സാബ് എന്താടാ അത്? പിന്നെ പൗലോസ് കാണാൻ വന്നിരിക്കുന്നു. ഏത് പൗലോസ്? ഇവിടുത്തെ കുക്കയായിട്ട് നിന്ന? ഓ അവനോ? അവൻ കുക്കായിട്ട് നിന്നവനല്ല, കക്കാനായിട്ട് നിന്നവനാ. അവൻ എന്തിനാടാ ഇങ്ങോട്ട് വീണ്ടും വന്നത്? സാബിനെ അവന് കാണണമെന്ന്. ഒരു ജാക്കറ്റും കൂടി ധരിച്ച ശേഷം ജീപ്പിൻ്റെ സ്വിച്ച് കീയും എടുത്ത് സ്റ്റാൻലി മുറിവിട്ടിറങ്ങി. അയാൾ ഭൂമുഖത്ത് ചെന്നപ്പോൾ പൗലോസ് അവിടെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽപ്പുന്നുണ്ട്. സ്റ്റാൻലിയെ കണ്ട അയാൾ തല കുനിച്ച് വണങ്ങി. പൗലോസിന് എന്തു പറ്റി? എലിപ്പനി വല്ലതും പിടിച്ചോ? ആകെ ഒരു വല്ലാത്ത ക്ഷീണം. സുഖമില്ലായിരുന്നു മുതലാളി. താൻ എത്ര ദിവസം കഴിഞ്ഞു തിരിച്ചു വരാമെന്നാ എന്നോട് പറഞ്ഞിരുന്നത്? 4 അതോ 5? മുതലാളി, ഞാൻ പെട്ടെന്ന് വരാൻ വേണ്ടി പോയതാണ്, പക്ഷേ സുഖമില്ലാതെ ആയിപ്പോയി. തനിക്ക് പകരം തൻ്റെ പട്ടിയായിരിക്കും വരുന്നതെന്ന് താൻ ഇവിടെ രാജപ്പനോടും ബൈജുവിനോടും പറഞ്ഞിരുന്നില്ലേ? ഞാനിവിടെ ആ പട്ടി വരുന്നത് കാത്തിരിപ്പായിരുന്നു. ഒരു പട്ടിക്കൂട് ഞാൻ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. അയ്യോ മുതലാളി, ഞാനത് ഇവന്മാരോട് വെറുതെ തമാശ പറഞ്ഞതാ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പട്ടി പോലും ഇല്ല. ഓ, ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് വിട്ടേനെ അല്ലേടോ? ഇല്ല മുതലാളി, ഇല്ല. സ്റ്റാൻലി ജീപ്പ് ഇട്ടിരുന്ന ഷെഡിലേക്ക് നടന്നു. പൗലോസ് പിന്നാലെ ചെന്നു. മുതലാളി, ഞാൻ ജോലിക്ക് കയറിക്കോട്ടെ? എന്ത് ജോലിക്ക്? ഇവിടെ കുക്കായിട്ട്. പൗലോസേ, നീ തിരിച്ചു വരുമെന്ന് കരുതി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഒടുവിൽ പകരം ആളെ വെച്ചു. ഇനി ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ പറയാം. സ്റ്റാൻലി ജീപ്പിലേക്ക് കയറിയിരുന്നു. മുതലാളി, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ഇവിടുന്ന് പോകരുതായിരുന്നു. പൗലോസേ, എനിക്കൊരബദ്ധം പറ്റി. ഞാൻ നിന്നെ ഇവിടെ ഒരിക്കലും ജോലിക്ക് നിർത്താൻ പാടില്ലായിരുന്നു. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. ഞാൻ ഇനി ഒരിക്കലും എനിക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കില്ല. ഞാനും എനിക്ക് പറ്റിയ തെറ്റ് ആവർത്തിക്കില്ലടോ. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി ജീപ്പ് മോടിച്ച് തോട്ടത്തിലേക്ക് പോയി. പൗലോസ് ഔതക്കുട്ടിച്ചായനെ ചെന്ന് കണ്ടു. എന്നെ സഹായിക്കണം, വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞാൻ ഈ നാട്ടുകാരനല്ല പൗലോസേ, പുനലൂരാ എൻ്റെ സ്വദേശം. ഔതക്കുട്ടിച്ചായൻ നിഷ്കരുണ അങ്ങ് കൈയൊഴിഞ്ഞു. അങ്ങനെ പറയല്ലേ, ഇനി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പവും വരില്ല. ഓ അത് ശരി, അപ്പോൾ മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് കുറെ കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേടാ? എന്തായിരുന്നടാ നിന്റെ അഹങ്കാരം? ആ പെൺകൊച്ച് എന്തൊരു മര്യാദയ്ക്കാണ് നിന്നോട് പെരുമാറിയത്. അവൾ ലാലിച്ചൻ്റെ മകളാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. പക്ഷേ ആ അധികാരം വല്ലതോ ആ പെൺകൊച്ച് നിന്റെ അടുത്ത് കാണിച്ചോ? വളരെ വിനയത്തിലും നയത്തിലും ചില കാര്യങ്ങൾ പറഞ്ഞു തരികയല്ലേ ചെയ്തുള്ളൂ. പക്ഷേ അന്നേരം നിനക്ക് അഹങ്കാരം. ഞാൻ സമ്മതിച്ചല്ലോ, എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി. അല്ല പോലോസേ, നീ എന്താ വിചാരിച്ചേ? ലാലിച്ചൻ സ്വന്തം മകളെ പിരിച്ചു വിട്ടിട്ട് നിന്നെ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് വാഴിക്കുമെന്നോ? കള്ളത്തരത്തിൻ്റെ ആശാനല്ലായിരുന്നോടാ നീ? അത് കണ്ടുപിടിച്ചപ്പോൾ നല്ല വാക്കും ക്ഷമയും പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ടതിന് പകരം നീ ലാലിച്ചനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ജോലി ഇട്ടിട്ട് പോയി. ദാണ്ട നോക്ക്, ലാലിച്ചൻ നീ കാരണം പട്ടിണി കിടന്ന് കോലം കെട്ടുപോയി. നിന്റെ തൃക്കൈ കൊണ്ട് പാകം ചെയ്ത് കൊടുത്താലേ അവൻ വല്ലതും കഴിക്കൂ. പൗലോസ് നിരാശനായി നിൽക്കുകയാണ്. ഔതക്കുട്ടിച്ചായൻ പതിയെ പിന്തിരിഞ്ഞു വാതിൽ കടക്കാൻ നേരം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇത്രയും കൂടി പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നീ ആ പെൺകൊച്ചിനോട് കാല് പിടിച്ചു നോക്ക്, അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. അലീന കിച്ചണിലായിരുന്നു. വർക്കേരിയുടെ പിന്നിൽ വരാന്തയിൽ ആരോ ചുമയ്ക്കുന്നത് കേട്ട് അവൾ തല നീട്ടി നോക്കി. അലീന പെട്ടെന്ന് വർക്കേരിയുടെ വാതിക്കലേക്ക് ചെന്നു. പൗലോസ് ചേട്ടനായിരുന്നോ? ഇതെന്തു പറ്റി? ക്ഷീണിച്ചു പോയല്ലോ. സുഖമില്ലായിരുന്നോ? മോളെ, അതുകൊണ്ടാ അങ്ങോട്ട് ഇരിക്ക്. അലീന ചൂണ്ടിക്കാട്ടിയ ബെഞ്ചിലേക്ക് പൗലോസ് ഇരുന്നു. എന്തൊക്കെയുണ്ട് പൗലോസ് ചേട്ടാ വിശേഷങ്ങൾ? രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഒരു ചായ എടുക്കട്ടെ? പൗലോസ് ഒന്നും മിണ്ടിയില്ല. അലീന പോയി ഒരു ചായ എടുത്തുകൊണ്ട് വന്നു. പൗലോസിന് കൊടുത്തു. ഇത് കുടിക്കുമ്പോഴേക്കും കഴിക്കാനുള്ളത് ഞാൻ എടുത്തു വയ്ക്കാം കേട്ടോ. പൗലോസ് ബെഞ്ചിലിരുന്ന് ചായ മൊത്തി കുടിച്ചു.
ഇത്രയും രുചിയുള്ള ചായ ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ല എന്ന് അയാൾക്ക് തോന്നി. അലീന അയാൾക്ക് കഴിക്കുവാൻ പാലപ്പവും സ്റ്റൂവും എടുത്തു വർക്കേരിയയിൽ ചെറിയ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പൗലോസിനെ വിളിച്ച് അയാൾ ചെന്ന് കഴിക്കാനിരുന്നു. പൗലോസിന് അവളുടെ മുഖത്ത് നോക്കുവാൻ വിഷമമായിരുന്നു. ആഹാരം കഴിക്കുന്നതിനിടയിൽ താൻ ചുറ്റുപാടും കണ്ണോടിച്ചു. താൻ കിച്ചൺ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇല്ലാത്ത വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും എല്ലാം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം അയാൾ എഴുന്നേറ്റ് പോയി. കൈ കഴുകി. ഇനി എന്തു ചെയ്യണം എന്ന് പറയണമെന്നറിയാതെ വിഷണ്ണനായി നിൽക്കുകയാണ് പൗലോസ്. അപ്പോൾ അലീന, ഇവിടുന്ന് പോയ ശേഷം പൗലോസേട്ടൻ 3 സ്ഥലത്ത് ജോലിക്ക് നിന്നല്ലേ? ഒരു ഹോട്ടലിലും 2 വീടുകളിലും. ഹോട്ടലിൽ നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങുന്ന ജോലി തീരുന്നത് രാത്രി 11-നാ. ഇടയ്ക്കൊന്ന് കുത്തിയിരിക്കാൻ സമയമില്ല. ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ ശമ്പളം കുറഞ്ഞുപോയി. വേറൊരിടത്ത് നിന്നപ്പോൾ അധികാരവും സ്വാതന്ത്ര്യവും തീരെയില്ല. അലീന ഈ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ പൗലോസ് തല കുനിച്ച് നിൽക്കുകയാണ്. ഇവിടെയായിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു പൗലോസേട്ടന്, മനസ്സിലായോ? ജോലി തീർന്നിട്ട് വിശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയം. പൗലോസേട്ടനെ ചോദ്യം ചെയ്യാനോ പൗലോസേട്ടൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുവാനോ ആരുമില്ലായിരുന്നു. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. പപ്പായ്ക്കാണെങ്കിൽ പൗലോസേട്ടൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു വിചാരവും ഉണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും പപ്പ തന്നില്ലേ? പക്ഷേ പൗലോസേട്ടൻ തിരിച്ച് ആ നന്ദി പപ്പായോട് കാണിച്ചോ? ഇല്ല. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി പപ്പയെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. ഭയങ്കര കഷ്ടമല്ലേ പൗലോസേട്ട ഇതൊക്കെ? പൗലോസിന് തല ഉയർത്തി അലീനയുടെ മുഖത്തേക്ക് നോക്കുവാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അതെല്ലാം പോട്ടെ, പപ്പയ്ക്ക് നഷ്ടം വരുത്താതെങ്കിലും നോക്കണ്ടായിരുന്നോ? പൗലോസേട്ടൻ ആവശ്യമില്ലാത്ത അത്രയും സാധനങ്ങൾ വാങ്ങി കേടാക്കി കളയുക, ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ മനഃപൂർവ്വം കുറെ നഷ്ടപ്പെടുത്തുക, ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് കുമ്പാരത്തിൽ കൊണ്ടുപോയി തട്ടുക, ഇതൊക്കെയല്ലേ പൗലോസേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് ചോറും ശമ്പളവും തരുന്നവരോട് കൂറും നന്ദിയും ഒക്കെ വേണ്ടേ? അത് പൗലോസേട്ടൻ കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാനന്ന് ഇടപെട്ടത്. അല്ലാതെ പൗലോസേട്ടനോടുള്ള വിരോധമൊന്നും കൊണ്ടല്ല. ഇപ്പോഴും വിരോധമില്ല. പൗലോസ് മെല്ലെ മുഖമുയർത്തി കുറ്റബോധത്തോടു കൂടി അയാൾ പറയുകയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി മോളെ, തെറ്റുപറ്റി എന്ന് പറയാൻ ആർക്കും സാധിക്കും പൗലോസേട്ടാ? 2-3 വാക്കിൻ്റെ ചിലവേ ഉള്ളൂ. മുൻപ് തെറ്റുപറ്റിയിരുന്നു എന്ന് പിന്നീടുള്ള പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ശരിക്കുമുള്ള മാപ്പ് പറച്ചിൽ. എന്തായാലും പൗലോസ് ഇവിടെ നിൽക്ക്. പപ്പ വരുമ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ. സ്റ്റാൻലി തോട്ടത്തിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ഉച്ചയായി. അയാൾ ഊണ് കഴിക്കുവാനിരുന്നപ്പോൾ അലീന പൗലോസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, അയാളെ രാവിലെ ഞാൻ കണ്ടിരുന്നല്ലോ, തിരിച്ചു പോയില്ലേ? ഇല്ല പപ്പ, ഇവിടെയുണ്ട്. അതെന്താ അയാൾ പോകാത്തത്? പപ്പ, തെറ്റ് ചെയ്തവർക്ക് തിരുത്താൻ ഒരവസരം നമ്മൾ കൊടുക്കണ്ടേ? ആഹാ, നീ എന്താ പറഞ്ഞു വരുന്നേ? തിരുത്താനുള്ള അവസരം നമ്മൾ കൊടുത്തില്ലെന്നാണോ? കൊടുത്തല്ലോ. അയാൾ അത് വേണ്ടെന്ന് വെച്ച് പോയതല്ലേ? എല്ലാവരും ഒരുപോലെ ബുദ്ധിമാന്മാരൊന്നും അല്ലല്ലോ പപ്പ. ചിലർ ആദ്യം കിട്ടുന്ന അവസരത്തെ തന്നെ അങ്ങ് ജയിച്ച് കയറിപ്പോവും. ചിലരൊക്കെ എത്ര അവസരം കിട്ടിയാലും ഒന്ന് രക്ഷപ്പെടുക. സ്റ്റാൻലി അനീനയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വെച്ച് വിളമ്പി തന്ന് നീ അങ്ങ് മടുത്തു പപ്പ. ആ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നീട് എൻ്റെ മുൻപിൽ പരാതിയുമായിട്ട് വന്നേക്കരുത്. എവിടെ പൗലോസ്? അലീന എണീറ്റ് പോയി പൗലോസിനെ വിളിച്ച് ഊണുമുറിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അയാൾ തല കുനിച്ച് നിൽക്കുകയാണ്. സ്റ്റാൻലി പരുഷ സ്വരത്തിൽ പറയുകയാണ്, ഇവിടെ നോക്കണ പൗലോസ്. പെട്ടെന്ന് മുഖമുയർത്തി, എൻ്റെ മോൾ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം തനിക്ക് ഞാനൊരു ചാൻസ് കൂടി തരുവാം. ഇനി എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ പിന്നെ നിനക്ക് മാപ്പില്ല. പൗലോസ് പെട്ടെന്ന് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തലയാട്ടി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, നിന്നെ സ്ഥിരമായിട്ട് എടുത്തൊന്നുമല്ല. കുറച്ച് ദിവസം ഞങ്ങൾ നോക്കും നിന്റെ പെരുമാറ്റമൊക്കെ നല്ലതാണോ എന്ന്. സൂക്ഷിച്ചു നിന്നാൽ നിനക്ക് കൊള്ളാം. പൗലോസ് തലയാട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടർന്ന് പൗലോസിനെ കണ്ടപ്പോൾ ബൈജു ചെറുതായിട്ട് ഒന്ന് കളിയാക്കുന്നുണ്ട്. എന്തായാലും കിലുക്കത്തിൽ ഇന്നസെന്റ് ചെയ്തതുപോലെ കേണൽ സാബിനെ ചീത്ത വിളിച്ചിട്ട് പോകാഞ്ഞത് നന്നായി. ഉടൻ തന്നെ രാജപ്പൻ്റെ ഒരു ഒളിയമ്പും കൂടി വന്നു. അതിന് പൗലോസേട്ടൻ ലോട്ടറി ടിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നല്ലോ. ഈസ്റ്റർ വരികയാണ്. ഔതകുട്ടിച്ചായന് ഇത്തവണ ഈസ്റ്റർ ആഘോഷം പുനരൂരിൽ നടത്തണമെന്നൊരാഗ്രഹം. കുടുംബാംഗങ്ങളെ എല്ലാം തറവാട്ടിൽ വിളിച്ചുകൂട്ടി ഒന്നാന്തര ആഘോഷമാക്കി മാറ്റണം. പക്ഷേ ഔതകുട്ടിച്ചായന് സ്റ്റാൻലിയോട് അത് പറയാൻ ധൈര്യം പോരാ. അയാൾ അലീനയെ ശരണം പ്രാപിച്ചു. അലീന ആ കാര്യം സ്റ്റാൻലിയുടെ മുൻപിൽ അവതരിപ്പിക്കാമെന്ന് ഏറ്റു. പക്ഷേ ഔതകുട്ടിച്ചായൻ അവൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്യണം. സ്റ്റാൻലിയുടെ മുമ്പിൽ അവൾക്ക് ഒരു അപേക്ഷ വയ്ക്കാനുണ്ട്. പെസഹ വ്യാഴാഴ്ച അവൾക്ക് ചില അനാഥാലയങ്ങൾ സന്ദർശിക്കണം. അതിനുള്ള അനുമതി സ്റ്റാൻലിയിൽ നിന്നും വാങ്ങണം. അക്കാര്യം ഔതക്കുട്ടിച്ചായനെ ഏറ്റു. ഔതക്കുട്ടിച്ചായൻ്റെ അപേക്ഷയുമായി ആദ്യം അലീനയാണ് സ്റ്റാൻലിയെ സമീപിച്ചത്. അവൾ പറയുകയാണ്, പപ്പ, നമുക്ക് ഈ വർഷം ഈസ്റ്റർ പുനരൂരിൽ ആഘോഷിച്ചാലോ? പാപ്പയുടെ അനുജന്മാരെയും മക്കളെയും തറവാട്ടിൽ വിളിച്ചുകൂട്ടി ഒരു പെരുന്നാൾ പോലെ. ഉടൻ തന്നെ സ്റ്റാൻലി തീർത്തു പറഞ്ഞു, വേണ്ട, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അഞ്ജലിന്ന് അവരെ കൂടെ വിളിക്കാം പാപ്പ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ വെച്ചുള്ള ആഘോഷങ്ങളൊക്കെ മതി. അലീന തോറ്റ മട്ടിൽ ഔതക്കുട്ടിച്ചായനെ നോക്കി. ഔതക്കുട്ടിച്ചായനെ ഇടപെട്ടു. ലാലിച്ച,
അലീന നമ്മുടെ കുടുംബത്തിലോട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഈസ്റ്റർ അല്ലേടാ ഇത്. അങ്ങനെയുള്ളപ്പോൾ ഇത് നമ്മൾ കുടുംബക്കാരെ എല്ലാവരെയും കൂടി ചേർന്ന് ഒന്ന് ആഘോഷിക്കണ്ടേടാ. ഓഹോ, അത് ശരി. അപ്പച്ചനാണ് അപ്പോൾ ഇവളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് അല്ലേ? ആണെങ്കിൽ എന്താടാ, ന്യായമായ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞത്. ഔത്തുകൊട്ടിച്ചാനെ ചുണ്ടി കയറി തുടങ്ങി. അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അപ്പച്ചൻ ഒരു കാര്യം ചെയ്തേ, നേരെ പുനലൂർക്ക് വിട്ടോ. അവിടെ ചെന്ന് ഈസ്റ്റർ എല്ലാം ആഘോഷിച്ചിട്ട് സൗകര്യം പോലെ വേണമെങ്കിൽ വന്നാൽ മതി. വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ, അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. നീ ആരാ എന്നോട് കൽപ്പിക്കാൻ? നീ എന്നാടാ വലിയ കേണലായത്? എൻ്റെ മടിയിൽ കിടന്ന്. പെട്ടെന്ന് അലീന ഇടപെട്ടു. മതി മതി മതി. ഔത്തുകൊട്ടിച്ചായൻ ദേഷ്യം അടക്കി പിടിച്ച് സ്റ്റാൻലിയുടെ മുൻപിൽ നിന്നു പോയി. അപ്പോൾ സ്റ്റാൻലി ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ്, അല്ല, ഈ പുനലൂരിൽ വെച്ച് തന്നെ ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് എന്താണത്ര നിർബന്ധം? ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടോ? സ്റ്റാൻലി എന്നിട്ട് അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അലീന ചെറുപുഞ്ചിരിയോടുകൂടി പറയുക, ഞാനങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല ബൈബിളിൽ, പക്ഷേ പുനലൂരിൽ വെച്ച് ഈസ്റ്റർ ആഘോഷിക്കരുതെന്നൊന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. വീണ്ടും അലീനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള നാടകമാണോ ഇത്? അലീന ഒരു ചെറിയ മന്ദഹാസത്തോടു കൂടി കുനിഞ്ഞു നിന്നുകൊണ്ട് സമ്മതം മുളി. ആൾ ഇത്രയും കാലം ആർക്കും പുനലൂർ വെച്ച് ആഘോഷം നടത്തണ്ടായിരുന്നു. സ്റ്റാൻലി എന്നു പേരുള്ള ഒരു മകൻ കുളത്തൂപ്പുഴയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന് ഈ അപ്പച്ചൻ ഇതുവരെ ഓർത്തില്ല. ക്രിസ്മസും ഈസ്റ്ററും ഓണവും ഒക്കെ എല്ലാ വർഷവും ഉണ്ടായിരുന്നല്ലോ. ആർക്കും വേണ്ടായിരുന്നല്ലോ സ്റ്റാൻലിയെ. പപ്പയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ അമർഷം പുകുഞ്ഞു കിടപ്പുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. തുടർന്ന് അലീന പപ്പയുടെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്നും അങ്ങനെ ആർക്കും വേണ്ടാത്തവരായിട്ട് നമ്മൾ ഇരിക്കണോ പപ്പ? ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ, അതങ്ങ് വരവ് വെച്ചാൽ പോരെ? ഇല്ല. സ്റ്റാൻലിയുടെ മുഖത്ത് ഒട്ടും അയവില്ല. അവൾ ആ രംഗത്ത് നിന്ന് തൽക്കാലം പിൻവാങ്ങി. പിറ്റേന്ന് അത്താഴം കഴിഞ്ഞ് സ്റ്റാൻലി കൈ കഴിയുമ്പോഴാണ് ഔതക്കുട്ടിച്ചായൻ അലീനയുടെ ആഗ്രഹത്തെപ്പറ്റി സ്റ്റാൻലിയോട് പറഞ്ഞത്. അവൾക്ക് പെസഹ വ്യാഴാഴ്ച ഏതൊക്കെയോ അനാഥാലയത്തിൽ പോകണമെന്ന് പറഞ്ഞു. അനാഥാലയത്തിലോ? എന്തിനാ? അവൾക്ക് ആരൊക്കെയോ കാണണമെന്നോ അവിടെ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കണമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഉടനെ തന്നെ സ്റ്റാൻലി അനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അലീന, എന്താ പ്രശ്നം? പെസഹ വ്യാഴമല്ലേ പപ്പ വരുന്നത്? ചില ഓർഫനേജുകളിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. എന്ത് സാധനങ്ങൾ? അല്ല, അപ്പവും റൊട്ടിയും ശർക്കരയും തേങ്ങയും ഒക്കെ. പിന്നെ ഈസ്റ്റർ ആഘോഷിക്കാനുള്ളത് അത് പള്ളിയിൽ എവിടെയെങ്കിലും കൊടുത്താൽ പോരെ? ഒരു ദാനധർമ്മം നടത്തണം, അത്രയല്ലേ ഉള്ളൂ. നീ ഒരു ഓർഫനേജിലാണ് കുറച്ചു കാലം താമസിച്ചതും വളർന്നതും, സമ്മതിച്ചു. എന്ന് വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ തലയിൽ എടുത്ത് വെച്ച് നടക്കണോ? എനിക്കത് മറക്കാൻ പറ്റില്ല പപ്പ. ആ ശരി, ബൈജുവിൻ്റെ കയ്യിലോട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തേക്ക്. വേണ്ടതൊക്കെ അവൻ വാങ്ങിക്കൊണ്ട് പോയി കൊടുത്തേക്കും. അതുപോരെ? പപ്പ, ഞാൻ തന്നെ പോണം. ഞാൻ ഓർത്തു പപ്പയും എൻ്റെ കൂടെ വരുമെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോഴും ഓരോരോ അനാഥാലയത്തിലുണ്ട്. എൻ്റെ പപ്പയാണെന്ന് പറഞ്ഞ് അവർക്ക് പപ്പയെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നീ എന്താ പറഞ്ഞേ? ഞാൻ കൂടെ വരണമെന്നോ? എനിക്ക് ഈ ഓർഫനേജ് എന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ല. കണ്ട അനാഥരുടെയൊക്കെ മുൻപിൽ എന്നെ വിളിച്ചുകൊണ്ടുപോയി എന്നെ പരിചയപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? എനിക്കത് നാണക്കേടാണ്. സ്റ്റാൻലിയുടെ വാക്കുകൾക്ക് ഒരു മയവുമില്ലായിരുന്നു. അതല്പം കൂടിപ്പോയെന്ന് ഔതക്കുട്ടിച്ചായന് തോന്നി. അലീനയുടെ മുഖം വാടിപ്പോയിരുന്നു. ഉടൻ തന്നെ അവൾ പറയുകയാണ്, പപ്പ, ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അലീനയുടെ സ്വരത്തിൽ സങ്കടവും കലർന്നു. ഓരോ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും പപ്പയുടെ മകൾ കഴക്കൂട്ടത്തെ ഒരു അനാഥാലയത്തിൽ കാത്തിരുന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു കേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരപ്പമോ റൊട്ടിയോ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ ആരെങ്കിലും കൊണ്ടുവരുമായിരുന്നു. സന്തോഷത്തോടെ അത് പങ്കിട്ട് കഴിച്ചവളാണ് ഞാൻ. എത്രയോ വർഷം. ഇപ്പോഴും ഓരോ അനാഥാലയങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഒരു കഷ്ണം അപ്പത്തിനും റൊട്ടിക്കും വേണ്ടി. ഒരു തവണയെങ്കിലും പപ്പ എൻ്റെ കൂടെ വന്നവരെ സന്തോഷിപ്പിക്കേണ്ടേ? പപ്പ എത്ര വർഷം കൊടുത്താലും ആ കടപ്പാട് തീരുവോ പപ്പ? അത് പറഞ്ഞ് നിറകണ്ണുകളോടുകൂടി അവൾ സ്റ്റാൻലിയെ നോക്കി. പിന്നെ തിരിച്ച് കിച്ചണിലേക്ക് പോയി. സ്റ്റാൻലി സ്തംഭിച്ച് നിൽക്കുകയാണ്. ഔതക്കുട്ടിച്ചായനും പതുക്കെ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞു. സ്റ്റാൻലി ഞെട്ടി ഉണർന്നതുപോലെ കൺമിഴിച്ച് ചുറ്റും നോക്കി. ആരുമില്ല. മുറിയിലെത്തിയ ഉടൻ തന്നെ 2 പെക്ക് തുടരെ ഒഴിച്ചു കുടിച്ചു. ചുരുട്ട് പുകച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു. കണ്ണിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന ദൃശ്യത്തെ മായ്ക്കാൻ എന്നവണ്ണം അയാൾ കണ്ണു ചിമ്മി. ഏതോ ഓർഫനേജിന്റെ വരാന്തയിൽ രാവിലെ മുതൽ വഴിക്കണ്ണുമായിരിക്കുന്ന ഒരു അനാഥ പെൺകുഞ്ഞ്. സ്റ്റാൻലി വീണ്ടും വീണ്ടും കണ്ണു ചിമ്മി. ഇല്ല, മായുന്നില്ല. അലീന ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നിട്ടേ ഉള്ളൂ. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ലൈറ്റ് ഇട്ടു. എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. സ്റ്റാൻലി വാതിലിനപ്പുറം നിൽപ്പുണ്ടായിരുന്നു. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല പപ്പ, ലൈറ്റ് കണ്ടില്ല, ഇപ്പോൾ അണച്ചതേ ഉള്ളൂ. സ്റ്റാൻലി മുറിക്കകത്തേക്ക് കയറി. റൂമിലൂടെ ഒന്ന് ചുറ്റി നടന്നു. നീ എന്താ AC ഇടാത്തത്? അതിനല്ലേ ഞാനത് വാങ്ങി വെച്ചിരിക്കുന്നത്. ഫാൻ ഉണ്ടല്ലോ, അത് മതി. പപ്പ വെറുതെ എന്തിനാ അത്രയും കറണ്ട് ചിലവാക്കുന്നത്? ആ ശരി, നീ കിടന്നോ, ഞാൻ കുറച്ചു നേരം TV കാണട്ടെ. എൻ്റെ റൂമിലെ TV അത്ര ശരിയല്ല. സ്റ്റാൻലി TV ഓൺ ചെയ്തിട്ട് റിമോട്ട് സെറ്റ് കയ്യിലെടുത്തു. ചാനൽ മാറ്റിക്കൊണ്ട് ഇരുന്നു. ഇടയ്ക്കൊക്കെ അലീനയെ നോക്കി. എന്തിനാ നിൽക്കുന്നേ? കിടന്നോളാൻ പറഞ്ഞില്ലേ?
അലീന കിടക്കയിലിരുന്നു. സ്റ്റാൻലി എ സിയും ഓൺ ചെയ്തു. ക്രമേണ നനുത്ത തണുപ്പ് മുറിയിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു. അലീന ഒന്നിനു മീതെ ഒന്നായി തലയണകളെ അടുക്കി വെച്ച് അതിന്മേലെ ചാഞ്ഞു കിടക്കുകയാണ്. കുറെ കഴിഞ്ഞ് സ്റ്റാൻലി ടി വി നിർത്തി. അലീന ഷീറ്റ് പുതച്ചിരിക്കുന്നത് കണ്ട അയാൾ ചോദിക്കുകയാണ്, നിനക്ക് തണുക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഉടൻ തന്നെ എ സി ഓഫ് ചെയ്തിട്ട് സ്റ്റാൻലി കിടക്കയിൽ അലീനയ്ക്കരികിൽ ഇരുന്നു. അവളുടെ മുഖത്തേക്ക് അല്പനേരം സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഏതൊക്കെ ഓർഫനേജുകളിലാണ് പോകേണ്ടത്? ഉടനെ പരിഭവത്തോടു കൂടി അലീന, പോകേണ്ടെന്നല്ലേ പപ്പ പറഞ്ഞത്? ശബ്ദം താഴ്ത്തി സ്റ്റാൻലിയോട് പറയുകയാണ്, പോകാം. എപ്പോഴാണ് പോകേണ്ടത്? വ്യാഴാഴ്ച രാവിലെ പോണോ അതോ ഉച്ച കഴിഞ്ഞ് പോണോ? രാവിലെ പോണം. ഞാൻ ബൈജുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. പപ്പ, അത് വേണ്ട, ഞാൻ വരാം. നിനക്കെന്നെ പരിചയപ്പെടുത്തണ്ടേ? നിന്റെ പപ്പയാണെന്ന് പറഞ്ഞ്. അലീനയ്ക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. പപ്പയ്ക്ക് നാണക്കേടല്ലേ? വേണ്ട പപ്പ. സ്റ്റാൻലി അവളുടെ കരം ഗ്രഹിച്ചു. എന്നിട്ട് പറയുകയാണ്, അത് പപ്പ അറിയാതെ പറഞ്ഞു പോയതാ. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ മോളെ 23 വർഷക്കാലം വളർത്തിയ സ്ഥലമല്ലേ അത്. എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും വരാം. പെട്ടെന്ന് അലീന ഏങ്ങലടിച്ചുകൊണ്ട് അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖമണച്ചു. സാരമില്ല പപ്പ, ഒരു പട്ടാളക്കാരനല്ലേ. അതുകൊണ്ടാണ്. അയാൾ വലതുകരം കൊണ്ട് അവളുടെ കവളത്തും നെറ്റിയിലും മെല്ലെ തലോടി. തുടർന്ന് കാണുന്നത് കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കാറിൻ്റെ ഡിക്കിയിലും പിൻസീറ്റിലും നിറയെ ഓരോരോ ഓർഫനേജിലേക്ക് സംഭാവന ചെയ്യാനുള്ള പലഹാരങ്ങളും റൊട്ടിയും പഴങ്ങളുമാണ്. രാവിലെ ആരംഭിച്ച യാത്രയാണത്. പുനലൂർ, കൊട്ടാരക്കല, ആയൂർ, കിളിമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര വഴി പൊഴിയൂർ വരെ പോയി മടക്കയാത്രയിൽ തിരുവനന്തപുരത്തും നെടുമങ്ങാട്ടുമുള്ള അനാഥാലയങ്ങൾ സന്ദർശിച്ചു. നെടുമങ്ങാട്ടെ തൃപ്പരപ്പ് ഓപ്പൺ ഓർഫനേജിൽ വെച്ച് അലീന തന്നോടൊപ്പം സ്നേഹനികേതനയിൽ ഉണ്ടായിരുന്ന ചില അന്തേവാസികളെ കണ്ടുമുട്ടി. സ്റ്റാൻലി അവർക്ക് പരിചയപ്പെടുത്തുന്ന എൻ്റെ പപ്പായ. കഴക്കൂട്ടത്ത് വന്നപ്പോൾ സ്നേഹനികേതനം ഒടുവിൽ നടത്തിയിരുന്ന വാടക കെട്ടിടം അലീന സ്റ്റാൻലിക്ക് കാട്ടിക്കൊടുത്തു. അതൊരു കുടുംബം താമസിക്കുന്ന വീടായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. തുടർന്ന് തങ്ങൾ ആദ്യം താമസിച്ചിരുന്നതും ബ്രിജിത്ത മമ്മിയുടെ സ്വന്തമായിരുന്നതുമായ കെട്ടിടവും അലീന സ്റ്റാൻലിയെ കാണിച്ചു കൊടുത്തു. ആൾവാസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തോട് ചേർന്ന് സ്കൂൾ ഷെഡ് പോലെ തോന്നിക്കുന്ന ഒരു മേൽക്കൂരയും കാണാമായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂരയ്ക്ക് മീതെ ധാരാളം പാഴ്ചെടികളും വളർന്ന് ഉണങ്ങി നിന്നിരുന്നു. അവിടേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലീന പറയുകയാണ്, ഇവിടെയാണ് എനിക്ക് ഓർമ്മ വെച്ചത്. ഒരുപാട് വർഷം ഇവിടെ താമസിച്ചു. ആ ഷെഡ് നിറയെ അഗതികൾ ഉണ്ടായിരുന്നു മുൻപ്. ജീവകാരുണ്യ പ്രവൃത്തിയുടെ വിളനിലമായിരുന്നു ആ സ്ഥലം. ഇന്നൊരു മാതൃഭൂമി പോലെ അവൾക്ക് തോന്നിച്ചു. ബ്രിജിത്ത മമ്മിയെ അടക്കിയ സെമിത്തേരിയക്കിലേക്ക് പോകുവാൻ ഇറങ്ങിയപ്പോൾ അലീന സ്റ്റാൻലിയോട് പറഞ്ഞു, പപ്പ കാറിൽ ഇരുന്നാൽ മതി, ഞാൻ ഇപ്പോൾ വരാം. പക്ഷേ സ്റ്റാൻലി അതനുസരിച്ചില്ല. അയാൾ അവളുടെ കൂടെ ഇറങ്ങി ചെല്ലുക തന്നെ ചെയ്തു. സെമിത്തേരിയിൽ ബ്രിജിത്ത മമ്മിയെ സംസ്കരിച്ച കല്ലറയ്ക്ക് മീതെ സ്ലാബിൻ്റെ മേൽ വാടിക്കരഞ്ഞ പൂക്കളും ചിന്നഭിന്നമായ റീത്തുകളും പാതി ഉരുകിയ മെഴുകുതിരികളും അവൾ കണ്ടു. സ്ലാബിന് മീതെ മറ്റാരുടെയോ പേര് കോറിയിട്ടിരിക്കുന്നു. ആ കല്ലറയ്ക്കുള്ളിൽ മറ്റൊരു ശവസംസ്കാരം കൂടി നടന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ബ്രിജിത്ത മമ്മിയുടെ ശവകുടീരം കളങ്കപ്പെട്ടതുപോലുള്ള ഒരു വിഷമം അലീനയ്ക്കുണ്ടായി. ജീവിതത്തിൻ്റെ നല്ല പങ്കും അനാഥർക്കും അശരണർക്കും വേണ്ടി കുഴിഞ്ഞുവെച്ച ത്യാഗിനിയായ അമ്മയ്ക്ക് 6 അടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലല്ലോ എന്നോർത്ത് അവൾ വേദനിച്ചു. കണിയാപുരത്തെ കോൺവെന്റിലും അലീന സ്റ്റാൻലിയെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ കന്യാസ്ത്രീകൾക്ക് സ്റ്റാൻലിയെ പരിചയപ്പെടുത്തി. എൻ്റെ പപ്പയാണിത്. അത് കേട്ടുകൊണ്ട് കന്യാസ്ത്രീകൾ സംശയത്തോടെ നോക്കുന്നത് അവൾ കണ്ടു. അവൾ ആവർത്തിച്ചു പറഞ്ഞു, ആരും സംശയിക്കേണ്ട, ഇതെൻ്റെ പപ്പ തന്നെയാ, സ്വന്തം പപ്പ. പക്ഷെ കോൺവെന്റിലെ കന്യാസ്ത്രീകൾക്ക് അലീന കുട്ടിയായിരിക്കുമ്പോഴേ അവളെ അറിയാം. 23 വയസ്സുവരെ ഇങ്ങനെ ഒരാളെ അവരാരും കണ്ടിട്ടില്ല. പക്ഷേ അലീനയ്ക്ക് വിസ്തരിച്ച് കഥ പറയാനൊന്നും സമയമില്ല. യഥാർത്ഥ വിവരങ്ങൾ അവർക്ക് അറിയുകയുമില്ല. അവളുടെ ധർമ്മസങ്കടം കണ്ട് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ നിന്റെ പപ്പയാണെന്ന് പറയണ്ട. ആര് വിശ്വസിക്കും? എല്ലാവരുടെയും മുഖത്ത് സംശയമാണ്. എനിക്ക് പറയണം പപ്പ, ഞാൻ നുണയല്ലല്ലോ പറയുന്നത്, സത്യമല്ലേ? കഴക്കൂട്ടത്തു നിന്ന് മടങ്ങുമ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു. തിരിച്ചു വരുമ്പോൾ കൊല്ലത്ത് ത്യാഗഭവനിൽ കയറി ചിന്നുമോളെ കാണണമെന്നുണ്ടായിരുന്നു അലീനയ്ക്ക്. പക്ഷേ ആറ്റിങ്ങിലുള്ള ഓർഫനേജിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നേരെ നന്നേ വൈകി. ഇനി വർക്കലയിലേക്കും പോകാനുണ്ട്. പപ്പ ക്ഷീണിതനാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇടയ്ക്ക് കോട്ടുവായി ഇടുന്നുണ്ട്. മദ്യപിക്കാത്തതിൻ്റെ അസ്വസ്ഥതയും ഉണ്ടെന്ന് തോന്നി. വർക്കലയിലെ ഓർഫനേജിൽ കൊടുക്കുവാനുള്ള ഗിഫ്റ്റ് പാക്കറ്റുമായി അലീന ഇറങ്ങിയപ്പോൾ ഒപ്പം ചെല്ലുവാൻ തുനിഞ്ഞ സ്റ്റാൻലിയോട് അവൾ പറഞ്ഞു, പപ്പ കാറിലിരുന്നാൽ മതി, ഞാൻ പോയിട്ട് വരാം. സ്റ്റാൻലി സമ്മതിച്ചു. അവൾ തിരികെ വന്നപ്പോൾ സ്റ്റാൻലി സ്റ്റിയറിംഗിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അലീന ആ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. അലീന സീറ്റിലേക്ക് കയറിയിരുന്നു. തുടർന്ന് അയാളുടെ ഇടതു തോളിൽ പിടിച്ചുകൊണ്ട് യാചനാസ്വരത്തിൽ അവൾ പറഞ്ഞു, പപ്പ സോറി, നമുക്ക് തിരിച്ചു പോവാം. ഇനി 2 സ്ഥലത്തു കൂടി പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ട പപ്പ, പപ്പയ്ക്ക് വയ്യ. അത് സാരമില്ല, നമുക്ക് പോകാം. സ്റ്റാൻലി ഉഷാറായി നിവർന്നിരുന്നു.
അത് കണ്ടുകൊണ്ട് അലീന വിതുമ്പിക്കൊണ്ട് അയാളുടെ തോളിലേക്ക് മുഖം ചായച്ചു. സോറി, പപ്പയുടെ വല്ലായ്മ ഞാൻ കണ്ടില്ല. സോറി പപ്പ, ഇനി എങ്ങും പോകണ്ട. സ്റ്റാൻലി അവളുടെ പുറത്തുകൂടി കൈ ചേർത്ത് ചുറ്റി പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി. നിനക്ക് സന്തോഷമായോ? ആയി പപ്പ, അതൊരു തേങ്ങലായിരുന്നു. ഈ കഥയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്